Good morning, students. Okay, once again, welcome to our social science class. Okay, last class we have discussed the Sultanate rulers, their features, their administrative and other features, etc. etc. And after sultans, who ruled India, especially North India, based Delhi or Delhi-based rulers after sultans? We know that in the last class we have learned the 5 major dynasties in the sultans. There is Mamluk dynasty, Khalji dynasty, Tughlaq dynasty, Sayyid dynasty and Lodi dynasty. Among these 5, Lodi was the last dynasty, Lodi dynasty. And among Lodi dynasty, Ibrahim Lodi was the last ruler. Ibrahim Lodi. We already learned Ibrahim Lodi. He was the last ruler. And after the sultans who ruled Delhi-based India, they were the Mughals. Or Mughal rulers. How they attained the power, how they gathered the power. This one of the ruler from Kabul, named Babur, Kabul, present Afghanistan. And he was named Babur. He defeated the last Sultan ruler Ibrahim Lodi in the year 1526. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞത് സുൽത്താൻ റൂളേഴ്സ്, പ്രധാനപ്പെട്ട സുൽത്താൻ ഡൈനാസ്റ്റികൾ അല്ലേ, 5 സുൽത്താൻ ഡൈനാസ്റ്റികൾ നമുക്കറിയാം. മംലൂക്ക് ഡൈനാസ്റ്റിയിൽ തുടങ്ങി അവസാനം ലോധി ഡൈനാസ്റ്റി വരെയുള്ള 5 ഡൈനാസ്റ്റികൾ. അതിൽ ഏറ്റവും അവസാനത്തെ ഡൈനാസ്റ്റി ലോധി ഡൈനാസ്റ്റി. അതിലെ പ്രധാനപ്പെട്ട റൂളർ ഇബ്രാഹിം ലോധിയെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഇനി ഈ സുൽത്താൻസിന് ശേഷം ഡൽഹി അടിസ്ഥാനമാക്കി, ഡൽഹി ബേസ് ചെയ്തുകൊണ്ട് ഇന്ത്യ ഭരിച്ച റൂളേഴ്സ് ആരാണ്? അതാണ് മുഗൾ ചക്രവർത്തിമാർ, മുഗൾസ് എന്നറിയപ്പെടുന്നു. എങ്ങനെയാണ് അവർ പവർ ഇവിടെ സ്ഥാപിച്ചത്? അവർ പവർ സ്ഥാപിച്ചത് എങ്ങനെ വെച്ചാൽ, കാബൂളിൽ നിന്നുള്ള രാജാവായ, ഇപ്പോഴത്തെ ഈ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ നിന്നുള്ള രാജാവായ ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ മുഗൾ വംശം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത്. മുഗൾ വംശം. അങ്ങനെ ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ ഡൽഹിക്കടുത്തുള്ള പാനിപ്പത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു യുദ്ധം നടക്കും. പാനിപ്പറ്റിൽ വെച്ച് യുദ്ധം നടക്കുന്നു. അത് കൃത്യമായി പറഞ്ഞാൽ 26 ഏപ്രിൽ 1526, 1526 ഏപ്രിൽ 26-ാം തീയതിയാണ് ഈ യുദ്ധം ഉണ്ടാകുന്നത്. അങ്ങനെ ഈ ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലുള്ള യുദ്ധത്തിൽ ബാബർ വിജയിക്കും. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. എന്താണ് കാരണം? ബാബർ യൂസ്ഡ് സ്മോൾ കാനൻസ് ആൻഡ് ഗൺ പൗഡർ. അതിൻ്റെ ഒരു ഉപയോഗം കൊണ്ട് വളരെ ഈസിയായി ഇബ്രാഹിം ലോധിയെ ബാബറിന് പരാജയപ്പെടുത്താൻ പറ്റി. എന്തൊക്കെയാണ് അദ്ദേഹം യൂസ് ചെയ്തത്? പീരങ്കികളും അതുപോലെ വെടിമരുന്നിൻ്റെയും ഉപയോഗം ഈ യുദ്ധത്തിൽ ബാബർ ഉപയോഗപ്പെടുത്തി. അങ്ങനെ ഉപയോഗപ്പെടുത്തിയപ്പോൾ ഈസി ആയിട്ട് he could easily defeat the army of Ibrahim Lodi. And Babur established a new rule in India based Delhi. It was known as Mughal Empire or Mughal rule. അപ്പോൾ who founded Mughal rule? ബാബർ ഫൗണ്ടഡ് മുഗൾ. ആരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ റൂൾ സ്ഥാപിച്ചത്? സുൽത്താൻ റൂളറായ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബാബർ എന്ത് ചെയ്തത്? ഇന്ത്യയിൽ ഈ മുഗൾ വംശത്തിന്, മുഗൾ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തത്. മുഗൾ ഭരണകൂടത്തെക്കുറിച്ച് നമുക്കറിയാം.
എന്നുവെച്ചാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പല പത്രമാധ്യമങ്ങളിലും അതുപോലെ ചരിത്ര ബുക്കുകളിലും അതുപോലെ ശശിബുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഡൽഹിയിലെ പ്രധാനപ്പെട്ട പല ഹിസ്റ്റോറിക്കൽ മോണിമെൻസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഈ പറയുന്ന പിന്നെ റെഡ് ഫോർട്ട് ആണെങ്കിലും അതുപോലെ ഈ പിന്നെ താജ്മഹൽ അല്ലേ, അങ്ങനെയുള്ള ധാരാളം ഹിസ്റ്റോറിക്കൽ മോണിമെൻറ്റ്സ് ഈ പറയുന്ന എവിടെയുണ്ട്, ഫത്തേപൂർ സിക്രിയെ പോലെയുള്ള അങ്ങനെ ധാരാളം ഹിസ്റ്റോറിക്കൽ മോണിമെൻറ്റ്സ് ഡൽഹിയിലും ആഗ്രയിലും മറ്റുമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ മുഗൾ ചക്രവർത്തിമാരുടെ തുടക്കം ബാബറിലൂടെയാണ് ഇന്ത്യയിൽ സാധ്യമാകുന്നത്. അതിനെ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്താനുണ്ടായ അദ്ദേഹത്തിന് എളുപ്പത്തിൽ സാധിച്ചത് എന്തുകൊണ്ടാണ്? ബാബർ യൂസ്ഡ് cannons and gunpowder, and his army could easily defeat the army of Ibrahim Lodi, and then thus Babur entered the Sultanate ruler, and he established a new rule in India based Delhi, and which was known as Mughal rule. And the main rulers of the Mughals were the first ruler is Babur, and his period from 1526 to 1530. Then Humayun, the next ruler, 1530 to 1540. Then again രണ്ട് പീരിയഡിലായിട്ടാണ് ഹുമയൂൺ ഭരണം നടത്തുന്നത്. രണ്ടാമത്തെ ടേൺ 1555 to 1556. അതിൻ്റെ ഇടയിൽ ചെറിയൊരു കാലഘട്ടം അദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഷേർഷാ സൂരി, സൂർ ഡൈനാസ്റ്റിയിൽ നിന്നുള്ള ഷേർഷാ സൂരിയാണ് ഇതിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ കാലയളവ് ആ ഭരണം നടന്നത്. സൂർ ഡൈനാസ്റ്റിയിൽ നിന്നുള്ള ഷേർഷാ സൂരി, ആൻഡ് ഹി റൂൾഡ് ഇന്ത്യ ബേസ്ഡ് ഡൽഹി. ആൻഡ് ആഫ്റ്റർ ഹുമയൂൺ അക്ബർ അല്ലേ, അക്ബറിനെ കുറിച്ചൊക്കെ ധാരാളം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അക്ബർ ചക്രവർത്തി 1556 to 1605. Then after Akbar, Jahangir ruled India, or especially North India based Delhi, from 1605 to 1627. Then one of the most important ruler among the Mughals was Shah Jahan from 1627 to 1658, and the next ruler Aurangzeb. All these were the main rulers among Mughals. അങ്ങനെ അവസാനം ടിൽ 1857 ദിസ് മുഗൾ അഡ്മിനിസ്ട്രേഷൻ എന്തായി 1857 വരെ ഈ മുഗൾ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മുഗൾ ഭരണം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 1707 ഔറംഗസീബിന് ശേഷവും മുഗൾ ഭരണം അത്ര പ്രഗത്ഭരല്ലെങ്കിൽ പോലും ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമുക്കറിയാം 1857 എന്താണ് ഈ 1857 പ്രത്യേകത എന്താ? ദി ഫാസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. 1857 ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം അല്ലേ, ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് രേഖകളിലൊക്കെ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ശിപ്പായി ലഹള എന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഇന്ത്യയിലെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെട്ട 1857 റിവോൾട്ട് വരെ നിലനിന്ന ഭരണമായിരുന്നു ഡൽഹി ബേസ് ചെയ്തുകൊണ്ട് മുഗൾസിൻ്റെ ഈ ഭരണകൂടം. അതിൽ തന്നെ പ്രധാനപ്പെട്ട റൂളേഴ്സ് ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ ആൻഡ് ഔറംഗസീബ്. അവർക്ക് ശേഷവും ചില അത്ര പ്രസക്തരല്ലാത്ത ഭരണാധികാരി. അങ്ങനെ അവസാനം നമുക്കറിയാം അല്ലേ, ബഹദൂർ ഷാ സെക്കൻഡ് വരെയുള്ള മുഗൾ റൂളേഴ്സ് അല്ലേ. അറ്റ് ദ ടൈം ഓഫ് 1857 റിവോൾട്ട് ദി മുഗൾ റൂളർ വാസ് ബഹദൂർ ഷാ സെക്കൻഡ്. ആൻഡ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ മുന്നിലുണ്ടായിരുന്ന വൺ ഓഫ് ദി ലീഡർ ആയിരുന്നു ബഹദൂർ ഷാ സെക്കൻഡ്. ആൻഡ് 1857 വിപ്ലവത്തിൽ ഒരു ചെറിയ വിജയത്തിൻ്റെ വക്കെത്തിയപ്പോൾ ഈ ബഹദൂർ ഷാ സെക്കൻഡിനെയാണ് ചക്രവർത്തിയായിട്ട് ഈ വിപ്ലവകാരികൾ വാഴിച്ചത്, അല്ലെങ്കിൽ കൊണ്ടുവന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, മുഗൾ റൂളേഴ്സിൻ്റെ അവസാനത്തെ കണ്ണി ബഹദൂർ ഷാ സെക്കൻഡ് വരെ, അല്ലെങ്കിൽ ടിൽ 1850
87 വരെ lasted the Mughal rulers. Among this Mughal rulers established by Babur was later extended, or the country or the empire was extended from north to southern part അല്ലേ, അല്ലെങ്കിൽ മിക്കവാറും പ്രദേശങ്ങളിലേക്കൊക്കെ ഈ മുഗൾ റൂളേഴ്സിൻ്റെ ഭരണം. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട വൺ ഓഫ് ദി റൂളർ വാസ് അക്ബർ. അക്ബർ പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് ദി മുഗൾ എംപയർ. എക്സ്പാൻഷൻ ഓഫ് ദി മുഗൾ എംപയർ. മുഗൾ എംപയർ ഇത്രയും വിശാലമാക്കിയ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂളർ വാസ് അക്ബർ. അക്ബർ ആയിരുന്നു അതിന് ഏറ്റവും കൂടുതൽ അതിനു വേണ്ടി പരിശ്രമിച്ച, അല്ലെങ്കിൽ അതിൽ പങ്കാളിയായ ഭരണാധികാരി അക്ബർ ചക്രവർത്തി. ആൻഡ് ഹി ഫോംഡ് എ ഹ്യൂജ് ആർമി ടു എക്സ്പാൻഡ് ഹിസ് എംപയർ. ടു എക്സ്പാൻഡ് മുഗൾ എംപയർ, അക്ബർ ഫോംഡ് ഹ്യൂജ് ആർമി. ആൻഡ് ടു മെയിൻറ്റെയിൻ ദിസ് ആർമി ഹി അഡോപ്റ്റഡ് എ സ്പെഷ്യൽ സിസ്റ്റം നെയ്മഡ് മൻസബ്ദാരി. മൻസബ്ദാരി എന്ന് പറയുന്ന ഒരു പ്രത്യേക സിസ്റ്റം അക്ബർ ഫോം ചെയ്തു. എന്തിനു വേണ്ടിയാ? ടു മെയിൻറ്റെയിൻ ഹിസ് ആർമി, ഹിസ് ഹ്യൂജ് ആർമി. എന്താണ് ബൈ this Mansabdari system? He mean what? Or under this system every officer was liable to maintain a specific number of horses or soldiers. A specific number of soldiers അല്ലേ, ഒരു ഓഫീസർ, ഈ ആർമിയിലുള്ള ഓരോ ഓഫീസറും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു പ്രത്യേക എണ്ണം സോൾജിയേഴ്സിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി ഇരുന്നു അണ്ടർ ദിസ് മൻസബ്ദാരി സിസ്റ്റം. ഈ മൻസബ്ദാരി സിസ്റ്റം അനുസരിച്ച് ഓരോ ഓഫീസറും എന്തിന് ബാധ്യസ്ഥനാണ്? ഓരോ ഓഫീസറും ഒരു പ്രത്യേക എണ്ണം സോൾജിയേഴ്സിനെ കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ബാധ്യസ്ഥരായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമ്പ്രദായം ഹു ഇൻട്രൊഡ്യൂസ്ഡ്? അക്ബർ ഇൻട്രൊഡ്യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ഹിസ് ആർമി. ഹിസ് ഹ്യൂജ് ആർമി ഫോർ വാട്ട്? ഹിസ് ഹ്യൂജ് ആർമി ടു എക്സ്പാൻഡ് ഹിസ് എംപയർ. മുഗൾ എംപയർ. ആൻഡ് ഓൾസോ number of Rajaputs were the important officers in his palace or in his period, named Raja Todarmar, Raja Mansingh, Birbal, Raja Jaisingh. ഇങ്ങനെയൊക്കെ പറയുന്ന അല്ലേ, അക്ബറിൻ്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഓഫീസേഴ്സ്. They were from Rajaputs എന്ന് വെച്ചാൽ which shows the religious harmony. അതാണ് അവിടെ ഷോ ചെയ്യുന്നത്, റിലീജിയസ് ഹാർമണി എന്ന് വെച്ചാൽ രജപുത്രന്മാരിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ഓഫീസേഴ്സൊക്കെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം ഭരണകാര്യങ്ങളിൽ സഹായിക്കാനായി ഉണ്ടായിരുന്നു. അക്ബറിൻ്റെ സന്തത സഹചാരി എന്നൊക്കെ പറഞ്ഞാൽ ബീർബൽ കഥകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ബീർബൽ കഥകൾ അല്ലേ? ബീർബലിനോട് ഒരു തവണ അക്ബർ ചക്രവർത്തി ചോദിച്ചതായിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഏത് സമയവും സന്തോഷം കിട്ടുന്ന ഒരു വാക്യം പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അല്ലേ, ബീർബൽ പറഞ്ഞു കൊടുത്തതായിട്ട് ഒരു കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ? എന്താ പറഞ്ഞു കൊടുത്തത്? ഈ സമയവും കടന്നു പോകും അല്ലേ? സന്തോഷമുള്ള സമയത്തും ദുഃഖമുള്ള സമയത്തും അത് വായിച്ചാൽ ഒരു ആശ്വാസം കിട്ടണം, അങ്ങനത്തെ ഒരു വാക്യം പറയാൻ പറഞ്ഞപ്പോൾ ബീർബൽ പറഞ്ഞു കൊടുത്തതൊക്കെ നിങ്ങൾ കഥയിൽ വായിച്ചിട്ടുണ്ടാവും അല്ലേ? എന്താണ്? ഈ സമയവും കടന്നു പോകും എന്ന് വെച്ചാൽ സന്തോഷം കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് കൂടുതൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാൻ അല്ലേ, ഈ സമയവും കഴിഞ്ഞു പോകും. എന്നാൽ ദുഃഖം ഉണ്ടാകുന്ന സമയത്തോ ഈ സമയവും കഴിഞ്ഞു പോയി ദുഃഖം മാറി സന്തോഷം ഇനി വരും അല്ലേ? അപ്പം അങ്ങനെയുള്ള ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ഓഫീസേഴ്സൊക്കെ ഈ പറയുന്ന ഈ മുഗൾസിൻ്റെ പീരീഡിൽ ഉണ്ടായിരുന്നു. ആൻഡ് ദി റീജിയൻസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് മുഗൾസ് വേർ കാബൂൾ, കാശ്മീർ, മുൾട്ടാൻ, ഡൽഹി, ബീഹാർ, ബംഗാൾ, മാൾവ, കാൻഡേഷ്, ഗുജറാത്ത്. ഇങ്ങനെയുള്ളൊരു വലിയ പ്രദേശം ഉണ്ടായിരുന്നു മുഗൾസിൻ്റെ ഭരണകാലത്ത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ മാപ്പ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഏത് അത്ര വലിയൊരു എക്സ്പാൻഡഡ് ഏരിയ വാസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് മുഗൾ, എസ്പെഷ്യലി ബൈ അക്ബർ. ആൻഡ് ഫോർ ടു എക്സ്പാൻഡ് ഹിസ് എംപയർ ഹി മെയിൻറ്റെയിൻ ഓർ he established a huge army, and also he maintained a system to expand his
army was known as Mansabdari system. Under this system, every officer should maintain a specific number of soldiers, and till the Mughal Empire expanded the most during the most during the period of Aurangzeb, and he ruled for 50 years. Aurangzeb, he ruled 50 years, 1658 to 1707, അല്ലേ? ഏറ്റവും കൂടുതൽ മുഗൾ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭരണം നടത്തിയ one of the most important ruler was Aurangzeb, and this Mughal empire lasted until 1857. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1857 ഈ ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, അല്ലേ? ദി ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് 1857 വരെ ഈ ഭരണകൂടം നിലനിന്നു. ഇപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് എന്തായിരുന്നു? ഈ ഇന്ത്യ ഡൽഹി ബേസ് ചെയ്തുകൊണ്ട് ഭരിച്ച റൂളേഴ്സ്, അല്ലേ? ദ റൂളേഴ്സ് ഹു റൂൾഡ് ഇന്ത്യ ബേസ്ഡ് ഡൽഹി. നമുക്കറിയാം, അല്ലേ? ദി ഫസ്റ്റ് റൂളേഴ്സ് വേർ തൊമാർ കിങ്സ്. നമ്മൾ പഠിച്ചിട്ടല്ലേ? അറ്റ് ദ ടൈം ഓഫ് തോമസ്, ഡൽഹി വാസ് നോൺ ആസ്, എന്താണ് ഡൽഹിക്ക് അന്ന് പറഞ്ഞിരുന്നത്? ഒരു പ്രത്യേക പേരാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നത്, അല്ലേ? എന്തായിരുന്നു? ഡൽഹി വാസ് നോൺ ആസ്, ഡൽഹി അറ്റ് ദാറ്റ് ടൈം ഡൽഹി വാസ് നോൺ ആസ്, എന്താണ് പറഞ്ഞത്? At the time of Tomar Kings, Delhi was known as ദില്ലിക, അല്ലേ? ദില്ലിക നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഡൽഹി വാസ് നോൺ ആസ്. ആഫ്റ്റർ തോമസ് ദ ഡൽഹി ബേസ്ഡ് ഇന്ത്യ റൂൾഡ് ചൗഹാൻ ഡൈനാസ്റ്റി, അല്ലേ? പൃഥ്വിരാജ് ചൗഹാൻ. അതിൻ്റെ ശേഷമാണ് എന്ത് വരുന്നത്? പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തുകൊണ്ട് മുഹമ്മദ് ഓഫ് ഗോറിൽ നിന്നുള്ള മുഹമ്മദ് അധികാരം പിടിച്ചടക്കുന്നു. ദെൻ കുത്തുബുദ്ദീൻ ഐബക്ക് എസ്റ്റാബ്ലിഷ്ഡ് the Sultan rulers, അല്ലേ? he was the commander in chief of മുഹമ്മദ് ഗോറി. ആൻഡ് അതിനുശേഷം നമ്മൾ നേരത്തെ സുൽത്താൻസ്, അവരുടെ ഭരണകാലഘട്ടം, അവരുടെ ഡൈനാസ്റ്റികൾ, അവസാനം ലോധി ഡൈനാസ്റ്റിയിലെ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബാബർ എസ്റ്റാബ്ലിഷ്ഡ് എ ന്യൂ rule in India based Delhi. It was Mughal rule, and Babur defeated Ibrahim Lodi and established മുഗൾ റൂൾ. അതാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ മുഗൾ റൂളിൽ പ്രധാനപ്പെട്ട റൂളേഴ്സ് വേർ ദി ഫസ്റ്റ് റൂളർ ഓർ ദി ഫൗണ്ടർ ഓഫ് ദി മുഗൾ അഡ്മിനിസ്ട്രേഷൻ, മുഗൾ റൂൾ വാസ് ബാബർ, ദെൻ ഹുമയൂൺ, ദെൻ അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്, അല്ലേ? ആൻഡ് ദിസ് മുഗൾ റൂൾ ലാസ്റ്റഡ് till 1857, and this was the Delhi based rulers till 1857. Okay, clear? Okay, we can conclude today's class. Thank you.